സുരാജ് വ്ലോഗ്സ് 2.0 സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 മെയ് 15-ാം തീയതി മെയ് 2025 മെയ് 28-ന് 2 മണിക്ക് നറുക്കെടുക്കുന്ന വിഷു ബമ്പറിൻ്റെ ഒരു ഭാഗ്യം അടിക്കാൻ സാധ്യതയുള്ള രാശികൾ ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ ലോട്ടറി എടുക്കാൻ എന്ത് ചെയ്യണം, നിങ്ങളോട് ആവശ്യപ്പെടുകയല്ല. അപ്പോൾ നിങ്ങൾക്ക് സാധ്യതയുള്ള 2 രാശിക്കാരുണ്ട്. ആ രാശിക്കാരുടെ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയണത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടത് ചെയ്യുക, നോക്കിയിട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ലോട്ടറി എടുക്കാനായിട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജ്യോത്സ്യന്മാരൊന്നും പറഞ്ഞ കണക്ക് വലിയ രീതിയിലൊന്നും നിങ്ങളെ സംസ്കൃതം അല്ലെങ്കിൽ മറ്റുള്ള രാശിയുടെ ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കണില്ല. അതുപോലത്തുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരിക. ഭഗവതിയുടെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണ്. നമ്മൾ ഒരു സ്ഥലത്തു നിന്നും കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ അല്ല വീഡിയോസൊന്നും ചെയ്യണത്. നമ്മൾ നമ്മുടേതായിട്ട് ഗ്രഹരീതിയിലനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമോ ആ രീതിയിലാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയവർക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോസിലേക്ക് കിടക്കാം. 2025 മെയ് 28-ാം തീയതി 2 മണിക്ക് നറുക്കെടുക്കുന്ന വിഷു ബമ്പറിൻ്റെ സാധ്യതയുള്ള 12 കോടിയുടെ സാധ്യതയുള്ള രാശികളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ 2 രാശിക്കാരാണ് നമ്മൾ പറയുക. അപ്പോൾ 2 രാശിക്കാർക്ക് സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്ന് കരുതിയിട്ട് ലോട്ടറി എടുക്കാനായിട്ട് പോവണ്ട. നിങ്ങൾ സ്വയമേ ഇഷ്ടത്തോടുകൂടി പോവുക, ചെയ്യുക, കാര്യങ്ങൾ നടത്തുക. സാധ്യതയുണ്ടെന്നാണ് പറയുക. അപ്പോൾ തുലാൻ രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രജാതർക്കാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് ലോട്ടറി എടുക്കുമ്പോൾ എടുക്കേണ്ട നമ്പറുകൾ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് അടുത്ത രാശിയും കൂടെ പറഞ്ഞിട്ട് ആ നമ്പറുകളും കൂടി ഒന്ന് പറഞ്ഞുതരാം. അതായത് തുലാൻ രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രജാതർക്ക് ഫസ്റ്റ് തന്നെയായിട്ട് ഉള്ളൊരു ഇതാണ് സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമതുള്ള നിൽക്കുന്നത് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ആദിവാദം എന്നീ നക്ഷത്രജാതർക്കാണ്. അപ്പോൾ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം എന്നീ രാശികളാണ്. അപ്പോൾ 2 രാശികളാണ്. അപ്പോൾ നിങ്ങൾ അടിക്കാൻ സാധ്യതയുള്ള നമ്പറുകൾ 1, 2, 5, 6, 8, 9 എന്നൊരു പറയാം. 1, 2, 5, 6, 8, 9 എന്നീ സംഖ്യകളാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ആദ്യം 6ഉം അവസാനം 6 ഉള്ളതും ഒരു സാധ്യതയുള്ള നമ്പറുകളാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള നമ്പറുകൾ എടുക്കുക. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പൊതുഫലം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും ഞാൻ ലോട്ടറി എടുക്കാൻ നിർബന്ധിക്കുന്നില്ല. അവനവന് തോന്നിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അവനവന് ഉത്തരവാദിത്തോടു കൂടി എടുക്കുക. ഞാൻ പറഞ്ഞു എന്ന് കരുതി ആരും എടുക്കാനായിട്ട് പോകണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ഓം നമഃ ശിവായ, നമോ നാരായണായ.